ദ്രോഹം ചെയ്ത് അവൻ വന്ന വഴി കയ്യാല മുഴുവൻ ഇടിക്കുക ചെയ്ത് ഉള്ള കയ്യാല മുഴുവൻ കുത്തിപ്പൊളിച്ച് ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യാല എത്ര കോല് കയ്യാല പൊളിച്ചു? ഒരു 5000 കോലെങ്കിലും പൊളിച്ചിട്ട്. 5000 കോല്? ഒരു കോല് കയ്യാല വെക്കുന്നതിന് 1000 ചില്ലുവാൻ രൂപ മുടക്ക് വരും ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. ഞാൻ ചെറുപ്പം മുതലേ കയ്യിൽ കൊണ്ടുവന്ന് പണിക്കാരെ കൂട്ടി നിർത്തി കയ്യാല വെപ്പിച്ചതാണ്. ഇതുപോലെയുള്ള ദ്രോഹം ലോകത്താർക്കും സംഭവിക്കില്ല, ഒരു കൃഷിക്കാരനും സംഭവിക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ഇതെനിക്ക് കാണുമ്പോൾ സങ്കടം വരിക, കരച്ചിൽ വരുന്നുണ്ട്. എന്നെ ചെയ്യണേ ഇവരോട് പോയി ഇവരോട് കാര്യം ബോധിപ്പിച്ചാൽ മതി ചേട്ടൻ. ഞാൻ അവന് കാണാൻ പാടില്ല. ഇവിടെ വരുമ്പോൾ അവൻ ഒരു കാര്യം ശ്രദ്ധയില്ല. അവൻ്റെ കണ്ണാരയ്ക്ക് അവൻ നോക്കണം. ആദ്യം അവൻ കോഴിവളം ഇട്ടു, പിന്നെ വാക്ടംബേഴ്സ് കൊണ്ടുവന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് അടിച്ചു. ഇതിനാകെ മൊത്തം അവൻ ചെയ്താക്കണം. ഈ റബ്ബർ തൈ വെച്ച് എല്ലാം നോക്കിക്കോളാം, 3 വർഷത്തേക്ക് എല്ലാം നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവൻ ഏറ്റ 3 വർഷത്തേക്ക് അവൻ ആകെ പാടെ ചെയ്താക്കണം. റബ്ബർ തൈ വെച്ച് മേടിച്ചു. കുറച്ച് പകുതി വെച്ചതിന് കാശ് കൊടുത്തു. ഞാൻ അത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോം വെട്ടി. അത് കഴിഞ്ഞ് അവൻ വളം മേടിച്ചുകൊണ്ട് വന്ന് 2 ചാക്ക് വളം മേടിച്ചുകൊണ്ട് വന്ന് പാക്കുമ്പോസ് തന്നു. അത് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു. അവൻ ഇടുന്ന വല്ല കണ്ണാരക്കകത്താണോ എവിടെയാണ് കൊണ്ടുവന്ന് ഇടണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ആ മിനിങ്ങളെ 5500 രൂപ ആ പെണ്ണിന് തന്നെ കൂലി കൊടുത്തിട്ടുണ്ട്, എൻ്റെ കൂലി കൂടാതെ. അവന് ഇതുവരെയായിട്ടും തന്നിട്ടുമില്ല. ഇതിൻ്റെ അത് എഗ്രിമെൻ്റ് എങ്ങനെയായിരുന്നു? എഗ്രിമെൻ്റ് റബ്ബർ എന്ന സ്ഥലം റീപ്ലാന്റ് ചെയ്ത് കന്നാര വെച്ച് റബ്ബർ തൈയും വെച്ച് റബ്ബർ തൈ നോക്കി സംരക്ഷിച്ചോളാമെന്ന്, ഒരു കേടും അതിന് വളം സമയത്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും 3 വർഷം അവൻ പോകുന്നിടം വരെ നോക്കാമെന്നാണ് എഗ്രിമെൻറ്റിൽ. അങ്ങനെ പാലിക്കുന്നുണ്ടോ? അവൻ അത് എന്നാ പാലിക്കണമെന്നാണ് ഇങ്ങനെ ഇതുപോലെ ചെയ്തേക്കണം. ഇത് കണ്ടോ, എനിക്കാണെങ്കിൽ മുട്ടു പോയില്ല, നടക്കാൻ പറ്റില്ല. അന്നേരം അവരുടെ എന്നാ ചെയ്യണമെന്നാണ്. ഈ റബ്ബർ എന്നാ പറഞ്ഞാൽ ഇത് ഇങ്ങനെ 10 അടി 10 അടിക്ക് ഇങ്ങനെ കയറ്റത്തിലേക്ക് വെച്ചേക്കുന്നേ? അത് അതിൻ്റെ വേറെ വല്ലവരും ഇങ്ങനെ ലൈൻ എടുക്കുമോ? എന്നോട് റബ്ബർ ബോർഡിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് വല്ലവരും നേരെ പീരിയാൻ്റെ മുകളിലേക്ക് മലയിലേക്കാണ് ലൈൻ പിടിച്ചേക്കുന്നത്. 20 താഴേക്ക് വട്ടം പിടിച്ചേക്കുന്നു. ഇങ്ങനെ താഴേക്ക് റൗണ്ട് അടിച്ചറിഞ്ഞെങ്കിൽ ശരിയാണ്. അപ്പോൾ ഈ മല കയറിയ ആൾക്കാർ മടുക്കുമല്ലോ. എന്നാ ചെയ്യണേ, അബദ്ധം പറ്റിപ്പോയി. നമുക്ക് പറ്റില്ലാതെ ആയപ്പോൾ ഞാനിങ്ങോട്ട് വന്നില്ല. അവനത് ചെയ്തു. അവൻ ലൈൻ പിടിക്കാൻ എടുക്കണമെന്ന് ഓർത്തുകൊണ്ട് ഞാനിരുന്നു. അപ്പോൾ നമ്മൾ പുറകെ നടന്ന് നോക്കാത്തതുകൊണ്ട് ഒരുപിടി നഷ്ടം എന്ന് പറഞ്ഞാൽ ഭീമമായ നഷ്ടം അവന് കണ്ണാരയ്ക്ക് കൊടുത്തേക്കാളും കൂടുതൽ നശിപ്പിച്ചേക്കുന്നത് കയ്യാല നശിപ്പിച്ചല്ലേ? മുഴുവൻ പോയി. റബ്ബർ നീ കണ്ടോ, ഈ നിരയിൽ ഒരെണ്ണം പയ്യിൽ കൊണ്ടുവന്ന് നോക്കി. എന്താണേലും ഇങ്ങനെ ഒരു അവസ്ഥ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. അല്ലാതെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒട്ട് ശരിയല്ല. ഒരു കൃഷി ചെയ്യാനായിട്ട് കന്നാര പാട്ടത്തിനായിട്ട് നമുക്ക് ഒരു അറ്റാദായമായിട്ടാണ് കന്നാര പാട്ടത്തിനായിട്ട് കൊടുക്കുന്നത്. പാട്ടത്തിനായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് റബ്ബർ വെച്ചിട്ട് ആ റബ്ബർ നശിപ്പിച്ച് കളയാന്ന് പറയുമ്പോഴത്തേനും എന്താണേലും വെള്ളം പോലും അടിക്കാനായിട്ട് തയ്യാറായിട്ടില്ല അല്ലേ റബ്ബറേക്കോടെ? എന്നാൽ മരുന്ന് കൊണ്ടെന്ന് തൂക്ക് പറഞ്ഞ് പിന്നെ തിരക്കില്ല. അവന് ഒരു ഇത് തൂത്തിട്ടില്ല, ഈ പൊള്ളലാക്കാതെ. ബോർഡ് മിശ്രിതമൊന്നും അടിച്ചിട്ടില്ല തൈ വെച്ച പിന്നെ. എൻ്റെ പൊന്നു മക്കളെ, ഇതുപോലെ ഒരുത്തനെ കൊണ്ടുവന്ന് നമ്മുടെ ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട് ചേട്ടാ ഈ കന്നാര വെച്ചേക്കുന്നത്? 5 ഏക്കർ. 5 ഏക്കറിൻ്റെ അകത്ത് മൊത്തം കന്നാര വെച്ചേക്കുവാണ്. ഇതിന് കന്നാരയുടെ അകലം എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഈ എഗ്രിമെൻറ്റിൻ്റെ അകത്ത്? റബ്ബർ തൈയുടെ ചവിട്ടിൽ നിന്ന് 2.5 അടി എന്നാണ് പറഞ്ഞേക്കണം. 2.5 അടി എല്ലാത്തിനും ഇല്ല. 2 അടി ഉള്ളതുണ്ട്, 1.5 അടിയുടെ ഉണ്ട്. അത് പിന്നെ ഞാൻ എന്നെങ്കിലും ആട്ടെ, നമ്മളൊരു കൃഷിക്കാരനാണല്ലോ, അവനെന്തെങ്കിലും കിട്ടണമല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ മിണ്ടാറും പോയില്ല. പാട്ടം എത്രയാ തരുന്നത്? പാട്ടം 75 രൂപ. 75 രൂപ. പക്ഷേ പാട്ടത്തിൻ്റെ കൂട്ടി നോക്കുമ്പോൾ കയ്യാല നഷ്ടപ്പെടുത്തേക്ക് നോക്കുമ്പോൾ 1200 രൂപ പോയി വെച്ച്. തൈ പോയതിനെ സംബന്ധിച്ച് പുള്ളിയോട് ചോദിച്ചില്ലേ, എന്താ പുള്ളി പറഞ്ഞേ? പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇനിയും പോകുമെന്നാണ് പറഞ്ഞത്. എന്നാ അവനോട് പറയേണ്ട മറുപടി? അല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവനെ പറമ്പിൽ കയറ്റുകയോ ഇങ്ങനെ ഒരു കൃഷിക്കാരനും സംഭവിക്കില്ല. പുള്ളി തർക്കത്തിലാണ് പറയുന്നത്, ചോദിക്കുന്നതിനൊക്കെ തർക്കത്തിലാണ് പറയുന്നത്. അല്ല, അത് മാത്രമുള്ള അവൻ പറഞ്ഞോളൂ. അല്ല ചേട്ടാ, ഇത് പറ്റിപ്പോയി ചേട്ടാന്നൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു പുള്ളിയുടെ തെറ്റുകൾ പുള്ളി അംഗീകരിക്കുന്നില്ല. തെറ്റ് അംഗീകരിക്കുന്നില്ല. ഇനിയും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ആർക്കാണെങ്കിലും വിഷമം. റബ്ബർ വെച്ചാൽ റബ്ബർ മുഴുവൻ പൊള്ളി പോയി കത്തിക്കരിഞ്ഞ് പോയി നിൽക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. കളനാശിനി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഓസ് വലിച്ചെന്ന് അടിക്കാം, സ്പെയറിന് അടിച്ചോ,
കുഴപ്പമില്ല. ഓസ് ഇങ്ങനെ അപ്പം ഈ ലൈനിൽ കൂടെ വലിക്കുകയാണെങ്കിൽ അവന് എളുപ്പമുണ്ട്, കന്നാരെ തട്ടാതെ വലിച്ചുകൊണ്ട് അവൻ പോവാം. അങ്ങനെ വലിച്ചതാണ്. ഇതിൽ റബ്ബർ തയ്യലെ കാര്യം അവൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവൻ അറിയാറുന്നോ ഇല്ലെന്ന് ആൾക്കറിയാം. ഞാൻ ആദ്യമായിട്ട് കാണണം. 5000 കോല് അത് കൂടുതൽ വരുവുള്ളൂ. എന്നാ ചെയ്യണത്? ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു അവസ്ഥ ഇതുപോലെ കൃഷിക്കാർക്ക്, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞ ഇനി ഒരു കൃഷിക്കാരനും അവനും വ്യക്തമായ വ്യവസ്ഥ, അല്ലാത്തവൻ പൊക്കോട്ടെന്നേ. ഇപ്പം വല്ല നിർബന്ധമുണ്ടോ? എനിക്ക് ഇത് സ്വന്തം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആട്ടെ കൊടുത്താക്കാന്ന് വെച്ചാൽ. പക്ഷേ ഈ ചതി ചെയ്യുമെന്ന് ഓർത്തില്ല അല്ലേ? ഈ ചതി ഇങ്ങനെയുള്ളവനെ പറമ്പിൽ കയറ്റാൻ കൊള്ളില്ല. വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നൊരു അവസ്ഥയാണിത്. മത്തച്ചേട്ടൻ പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതെ ഇത് കണ്ട തൊലി പോയേക്കണണ്ട, അതാ ഇത് ഉണങ്ങിപ്പോയത്. ഇത് കളനാശിന് മത്തച്ചേട്ടൻ ഇത് കളനാശിന് അടിച്ചിട്ട് പോയതാണോ മത്തച്ചേട്ടാ? അല്ലല്ലേ, അല്ല, റബ്ബറിന്റെ ഓസ് അവൻ ഈ പറമ്പ് മുഴുവൻ കൊണ്ടുവന്ന് വലിച്ച് അവൻ തന്നെ വേറെ ആരും കൂട്ടിയില്ല, ആരെയും കൂട്ടിയില്ല. അവൻ വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇടും. ആ വണ്ടിയെന്ന് ഓസ് മോട്ടറെല്ലാം അതേലുണ്ട്. അതേൽ വെള്ളം നിറച്ച ഉണ്ടല്ല, ഒരു ലോറി നിറച്ച് വണ്ടി, വലിയ വണ്ടിയാണ്. അത് അടിച്ച് അവൻ തന്നെ. അപ്പം ഞാനോർത്ത് ഇപ്പം എടുക്കണമല്ലോ, ഇത് തന്നെ നടന്ന. അപ്പോൾ ഇങ്ങനൊരു ഗതികേടുണ്ടെന്ന് എനിക്കറിയാറുണ്ടോ? ഒരേ അനുഭവം വരുമ്പോഴല്ലേ ഓരോരുത്തർ പഠിക്കണേ. ഇതുണ്ടോ ഉണങ്ങിപ്പോയേക്കണുണ്ടോ ഓസ് വലിച്ച്. ഈ റബ്ബർ നട്ടിട്ട് ഇന്നേ വരെ റബ്ബർ എന്ന് അവർ ശുശ്രൂഷിക്കാനോ അതുപോലെ തന്നെ ബോഡോമസർ അടിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അവനൊന്നും വന്നിട്ടില്ല. ഞാനിതെല്ലാം ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഇനി റബ്ബർ വെച്ച് പോയെടുത്ത് കേട് പോക്കി തന്നാൽ റബ്ബർ ഒരുപോലെ കയറി വരുമോ ചേട്ടാ? ഈ റബ്ബർ പോയെടുത്ത് വേറെ റബ്ബർ തൈ വെച്ച് തരാൻ അവൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവൻ വെച്ച് തരാൻ ബാധ്യസ്ഥനാണല്ലോ. വെച്ച എല്ലാ കാര്യം നോക്കി അത് കൊണ്ടുവന്ന് നടക്കാണ്ട്. ഇത് കണ്ടോ ഇപ്പം മുള നിൽക്കണുണ്ട്. ഈ മുളയൊക്കെ അടത്തി നോക്കി കൃത്യമായിട്ട് ഇവിടെ ഈ ചാന്നങ്ങോട്ടുള്ള ഒരുത്തൻ കന്നാര വെച്ചിട്ടുണ്ട്. അവനെല്ലാം നോക്കി കൊണ്ടുവന്ന് നടക്കുക. വളവും ചെയ്യേണ്ട സമയത്ത് വളവും ചെയ്യും. റബ്ബറിന് ബിജു ആണോ? ബിജു അവൻ്റെ പേരനാ പോലും. ഇപ്പോൾ കന്നാർക്ക് പാട്ടത്തിന് കൊടുക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് കന്നാര ചക്ക കിട്ടിയെത്താൽ മതി. ബാക്കിയുള്ളവൻ്റെ കാര്യം നോട്ടമില്ല, ശ്രദ്ധയില്ല. ശ്രദ്ധ വേണം. അവനും ജീവിക്കണം, മറ്റുള്ളവരും ജീവിക്കണം. എന്നാൽ ഇവൻ്റെ പറമ്പ് കൊണ്ടാണല്ലോ, ഇത് ഉണ്ടായിട്ടാണല്ലോ ഞാൻ ഈ കൃഷി ചെയ്ത് എനിക്ക് കാശുണ്ടാക്കണമെന്ന് അവൻ ചിന്തയില്ല. ഇങ്ങനെ ഒരുത്തൻ വന്നു കൂടിയില്ല. അവൻ ഇന്ന് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം ഉണങ്ങിപ്പോയല്ലോ ചേട്ടാ? എല്ലാം പോയി മോനെ. ഈ പാട്ടത്തിന് കൊടുത്തേക്കുന്നതിന് മെയിനായിട്ടുള്ള ഉദ്ദേശം ഈ റബ്ബർ എങ്ങനെയും പരിപാലിച്ച് കഷ്ടപ്പാടില്ലാതെ കയറ്റിക്കൊണ്ട് വരാനായിട്ടാണ്. അപ്പോൾ ഈ കല്ലുകയ്യാലെല്ലാം തകർത്ത് കളഞ്ഞ് അതുപോലെ തന്നെ ഈ റബ്ബർ തൈ എല്ലാം വെച്ചിരിക്കുന്ന റബ്ബർ തൈ എല്ലാം ഉണങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഭൂമിനെ ഒരു നോട്ടമില്ലാതെ നട്ടുപോയതല്ലാതെ ഇത് വേണ്ട രീതിയിൽ പരിചരിക്കാനോ റബ്ബർ കയറ്റിക്കൊണ്ട് വരാനോ യാതൊരു ശ്രമങ്ങളും നടക്കുന്നില്ല. റബ്ബറിന് വെള്ളം അടിക്കാൻ പോലും ഈ പാട്ടത്തിന് എടുത്താക്കുന്ന ആൾ തയ്യാറല്ല. എന്താ മൊത്തം ചേട്ടാ? ഇനിയിപ്പോൾ എന്നാ ഞാൻ 2 പ്രാവശ്യം ഓർത്തപ്പോൾ കേസ് കൊടുത്താലെന്ന്. 2-3 പേര് പറഞ്ഞു പോയത് പോട്ടെ, കേസിനൊന്നും പോകണ്ട, എങ്ങനെയെങ്കിലും അവൻ ഇവനെ വിളിക്കുമ്പോൾ ഇവൻ എന്നാ കാര്യം പറയുന്നേ? ഈ കൃഷി നടത്തുന്ന ആൾ പറയുന്ന എന്താ കാര്യങ്ങൾ? ഞാനിന്നാൾ പറഞ്ഞു ഒത്തിരി പോയിട്ടുണ്ട്, 100-100 ചിലുവാൻ തൈ പോയി എന്ന് പറഞ്ഞു. ഓസ് വലിച്ച് മൊത്തം എത്ര തൈ വെച്ചിട്ടുണ്ട് റബ്ബർ തൈൻ്റെ അകത്ത്? 950. അതിൽ 100 പോയി. 100 10-200 പോയി. ഈ നിരയിൽ ഇപ്പോൾ 1 ഉണ്ടോ? നീ കണ്ടതല്ലേ? ഒന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് 1 2 3 4 5 6 7 8 ഒറ്റ റബ്ബറില്ലാത്തവണ്ണം കരിഞ്ഞു 8 പോയി. അങ്ങനെ എത്ര നിര എന്തോ ഈ സ്ഥലം മുഴുവൻ എത്ര പോയേക്കണമെന്നറിയാമോ? അതാ സിജോട് പറഞ്ഞ് ഇതൊന്ന് വീഡിയോ പിടിച്ചിട്ട് ഞാൻ ഈ ബോർഡുകാരെ വിളിച്ചോണ്ട് വന്ന് കാണിച്ചാലോ എന്ന് ഓർത്തോണ്ട്. വേദനിക്കുന്ന അധ്യായം അത്. എല്ലാ കൃഷിക്കാർക്കും ഇത് അനുഭവം വരാൻ വേദനിക്കുന്ന ഒരു അധ്യായമാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ കാര്യമായിട്ട് ഇത് മാക്സിമം ഷെയർ കാര്യങ്ങൾ ചെയ്ത് ഇതുപോലൊരു അവസ്ഥ ആർക്കും വരരുത്, ഒരു കൃഷിക്കാരനും. അതുപോലെ തന്നെ ഈ കൃഷി ചെയ്താക്കുന്ന ആൾ ഇതിന് തക്കതായ ഈ റബ്ബർ തൈ വേണ്ട രീതിയിൽ വെച്ച് കൊടുത്ത് ആ റബ്ബറിനെ പരിപാലിച്ച് വെള്ളയും പൂശി നന്നായിട്ട് കയറ്റിക്കൊണ്ട് പോകുക. അല്ലെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരിലൂടെ സംഘടിക്കും, നിങ്ങൾക്കെതിരായിട്ട് ശക്തമായ ആക്ഷന് കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും. നിങ്ങളുടെ മാത്രം കൃഷി മാത്രം ഇവിടെ പരിപാലിച്ചാൽ
പോരാ, ഈ റബ്ബർ കൃഷി ചെയ്തേക്കുന്ന റബ്ബറോടെ ഈ പറമ്പ് ഉടമസ്ഥൻ്റെ ഈ റബ്ബറോടെ കയറ്റിക്കൊണ്ട് വരാനുള്ള ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ പാട്ടം കൊടുക്കുന്നുണ്ട് സത്യമാണ്, പക്ഷേ ഈ റബ്ബർ തൈയോടെ കയറ്റിക്കൊണ്ട് വരാൻ എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നിങ്ങൾ ഈ തോട്ടത്തിലേക്ക് കയറ്റിയത്. ആ കല്ലുകയ്യാലെല്ലാം നശിപ്പിച്ചു. അത് മത്തഞ്ചേട്ടന് അതും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങളിവിടെ വന്നിട്ട് ഈ ഭൂമി കൃഷിക്കായിട്ട് കയ്യേറിയിട്ട് ഈ പറമ്പുടമസ്ഥനെ വളരെ രീതിയിൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമുള്ള കാര്യമാണ്. ഒരു കൃഷിക്കാരൻ്റെ കണ്ണീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിലയുള്ളതാണ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്താണേലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇങ്ങനൊരു അവസ്ഥ നാട്ടിൽ ആർക്കും വരാതിരിക്കട്ടെ. ഈ റബ്ബർ തൈ വേണ്ട രീതിയിൽ വെച്ച് പരിപാലിച്ച് ഈ ഉടമസ്ഥന് വേണ്ട ബുദ്ധിമുട്ടുകൾ നിങ്ങളും പങ്കാളിയാകണം. വേണ്ട രീതിയിലുള്ള ഈ ഉടമസ്ഥൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ചാണ് ഈ പറമ്പ് നിങ്ങൾക്ക് 3 വർഷത്തിന് പാട്ടത്തിന് നന്നാക്കുന്നത്. വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.